ആരാണ് ഡോക്ടർ? നിങ്ങൾ ഗൂഗിൾ തപ്പിയാൽ അല്ലെങ്കിൽ ഡിക്ഷണറി തപ്പിയാൽ ഡോക്ടർ എന്ന പദത്തിൻ്റെ അർത്ഥം കിട്ടും. ചികിത്സിക്കുന്നയാള്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത ബിരുദം സമ്പാദിച്ച ഒരാൾ. ഇതൊക്കെയായിരിക്കും ഡോക്ടർ എന്ന പദത്തിന് അർത്ഥമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഈ വാക്ക് എവിടെ നിന്ന് വന്നു? ഇതും എറ്റിമോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോസേറെ എന്ന ലാറ്റിൻ പദമാണ് ഇതിൻ്റെ മൂലപദം. ഡോസേറെ എന്ന് പറഞ്ഞാൽ ടീച്ചർ, വൺ ഹു ടീച്ചസ്. ഇത് ഉപയോഗിച്ചിരുന്നത് അന്ന് യൂണിവേഴ്സിറ്റിയിൽ തിയോളജിയെ പഠിപ്പിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്തിരുന്നതാണ് ഡോസറെ എന്ന പദം. എന്ന് വെച്ചാൽ ദൈവശാസ്ത്രം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെ വിളിച്ചിരുന്നതാണ് ഡോസറെ എന്ന പദം. ഇത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് വന്നു. പിന്നീട് ഒരു 14-ാം നൂറ്റാണ്ട് വരെ ഈ തിയോളജി പഠിപ്പിച്ചിരുന്ന വ്യക്തികളെ മാത്രമായിരുന്നു ഡോക്ടർ അല്ലെ ഡോസറെ എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ 14-ാം നൂറ്റാണ്ടിന് ശേഷം ഇത് ചികിത്സാ രംഗത്തേക്ക് ഈ ഡോസറെ എന്ന പദം കടന്നു വന്നു. എന്ന് വച്ചാൽ ഡോക്ടറുടെ പർപ്പസ് ടീച്ചിങ്ങും കൂടിയാണ്. ഒരു പേഷ്യൻ്റ്, അതായത് സഫർ ചെയ്യുന്ന ഒരു വ്യക്തി ഡോക്ടറുടെ അടുത്ത് വന്നാൽ അദ്ദേഹത്തിന് വേണ്ട കൗൺസിലിംഗ്, ടീച്ചിങ്, എന്നുവെച്ചാൽ ഒരു ടീച്ചറിന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ 14-ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടത്തിൽ ഡോക്ടർ എന്നയാൾ ചികിത്സിക്കുന്നയാൾ, സുഖപ്പെടുത്തുന്നയാൾ എന്ന പദം കൂടി, എന്ന ഒരർത്ഥ തലത്തിലേക്ക് കൂടി ഈ ഡോക്ടർ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി. Thank you for watching this video. If you like, please share.